നമസ്കാരം. ഇന്ന് നമ്മൾ ഷാൽ നോട്ട്, വിൽ നോട്ട് എന്നീ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നെഗറ്റീവ് ഭാവികാല സെൻറ്റൻസുകൾ ഉണ്ടാക്കുകയാണ്. ഒപ്പം ഷാൽ, വിൽ എന്നീ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസുകളും ഇന്ന് നമ്മൾ പഠിക്കുകയാണ്. ഷാൽ നോട്ടിനെ ചുരുക്കി ഷാൻഡ് എന്നും വിൽ നോട്ടിനെ ചുരുക്കി വോണ്ട് എന്നുമാണ് പറയുക. ഇതിന് സ്വന്തമായിട്ട് ഷാൻഡ് അല്ലെങ്കിൽ വോണ്ട് ഇതിന് ഒരു അർത്ഥം കൊടുക്കുവാൻ നമുക്ക് കഴിയുകയില്ല. പക്ഷേ ഇത് ഒരു ക്രിയയുടെ മുമ്പേ വന്നാൽ, ഇതിന് ശേഷം ഒരു ക്രിയ വന്നാൽ ആ ക്രിയ ഇനിമേൽ നടക്കും, ഇതുവരെ നടന്നിട്ടില്ല, ഇപ്പോഴും നടക്കുന്നില്ല, ഇനിമേൽ മാത്രമേ അത് നടക്കുകയുള്ളൂ എന്ന അർത്ഥത്തിലുള്ള ഭാവികാല അർത്ഥം നമുക്ക് ലഭിക്കും. നമുക്ക് നോക്കാം. ആദ്യം ഷാൽ നോട്ട് അഥവാ ഷാൻഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കുന്ന രീതി പഠിക്കാം. ഇടതുഭാഗത്ത് തന്നിരിക്കുന്നത് നെഗറ്റീവ് അല്ലാത്ത സാധാരണ രീതിയിലുള്ള ഭാവികാലമാണ്, ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസുകളാണ്. അതിനോട് ഷാൽ എന്ന വാക്കാണ് ആദ്യം നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ഷാലിനോട് നോട്ട് ചേർത്ത് ഷാൽ നോട്ട്, അതിനെ ചുരുക്കി ഷാൻഡ് എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ആദ്യം തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസുകൾ അതിൻ്റെ വലത് ഭാഗത്തായിട്ട് എഴുതിയിരിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കൂ. ഐ ഷാൾ ഡു ഇറ്റ് ഫോർ യു. ഐ ഷാൾ ഡു ഞാൻ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ചെയ്യും. ഇറ്റ് അത്, ഫോർ യു നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി അത് ഞാൻ ചെയ്യും. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് വരേണ്ടത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അത് ചെയ്യുകയില്ല എന്നാണ് വരേണ്ടത്. അപ്പോൾ ഷാൽ കഴിഞ്ഞ് നോട്ട് ചേർത്താൽ അതിൻ്റെ നെഗറ്റീവ് രൂപം കിട്ടും. ഐ ഷാൾ നോട്ട് ഡു ഇറ്റ് ഫോർ യു എന്ന് വായിക്കണം. അപ്പോൾ ഷാൽ നോട്ട് ചുരുക്കി ഷാൻഡ് എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ അത് ഐ ഷാൻഡ് ഡു ഇറ്റ് ഫോർ യു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അത് ചെയ്യുകയില്ല. അപ്പോൾ ഷാൽ നോട്ട് ചുരുക്കി ഷാൻഡ്. അപ്പോൾ ഷാൻഡ് ഡു എന്ന് വെച്ചാൽ ചെയ്യുകയില്ല. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കൂ. ഐ ഷാൽ ടെൽ ഹർ അബൌട്ട് യു. ഐ ഷാൽ ടെൽ ഞാൻ പറയും, ഞാൻ പറയാം എന്നും അതിനർത്ഥമെടുക്കാം. ഐ ഷാൽ ടെൽ ഹർ ഞാൻ അവളോട് പറയും. അബൌട്ട് യു നിങ്ങളെക്കുറിച്ച് ഞാൻ അവളോട് പറയും. അപ്പോൾ അതിനെ നെഗറ്റീവ് ആക്കുവാൻ ഷാൽ കഴിഞ്ഞ് നോട്ട് ഇടുക. ഷാൽ നോട്ട്, ഷാൽ നോട്ട് ചുരുക്കി ഷാൻഡ് ആക്കുക. ഐ ഷാൻഡ് ടെൽ ഹർ അബൌട്ട് യു, ഞാൻ നിങ്ങളെപ്പറ്റി അവളോട് പറയുകയില്ല. നെക്സ്റ്റ് സെൻറ്റൻസ് ഐ ഷാൽ മീറ്റ് ഹർ ടുമോറോ. ഐ ഷാൽ മീറ്റ് ഹർ ഞാൻ അവളെ കാണും. ടുമോറോ നാളെ ഞാൻ അവളെ കാണും അല്ലെങ്കിൽ കണ്ടുമുട്ടും. അതിൻ്റെ നെഗറ്റീവ് ഐ ഷാൽ കഴിഞ്ഞ് നോട്ട് ചേർക്കുക. അപ്പോൾ ഐ ഷാൽ നോട്ട് മീറ്റ് ഹർ ടുമോറോ ചുരുക്കി ഐ ഷാൻഡ് മീറ്റ് ഹർ ടുമോറോ, ഞാൻ നാളെ അവളെ കാണുകയില്ല. നെക്സ്റ്റ് സെൻറ്റൻസ് വി ഷാൽ ഗോ ടു പ്ലേ ക്രിക്കറ്റ് ടുഡേ. വി ഷാൽ ഗോ ഞങ്ങൾ പോകും, ടു പ്ലേ കളിക്കാൻ, ക്രിക്കറ്റ് ടുഡേ ഇന്ന് ക്രിക്കറ്റ് കളിക്കുവാൻ ഞങ്ങൾ പോകും. നെഗറ്റീവ് ഷാൽ കഴിഞ്ഞ് നോട്ട് ചേർക്കുക. ഷാൽ നോട്ടിനെ ചുരുക്കി ഷാൻഡ് ആക്കുക. വി ഷാൻഡ് ഗോ ടു പ്ലേ ക്രിക്കറ്റ് ടുഡേ, ഞങ്ങൾ ഇന്ന് ക്രിക്കറ്റ് കളിക്കാൻ പോവുകയില്ല. വി ഷാൽ സ്റ്റേ ലോങ് അവേ ഫ്രം യു. വി ഷാൽ സ്റ്റേ ഞങ്ങൾ സ്റ്റേ ചെയ്യും, താമസിക്കും. ലോങ് ദീർഘകാലം, അവേ ഫ്രം യു നിങ്ങളിൽ നിന്നും അകലെ എന്ന് വെച്ചാൽ ഞങ്ങൾ ദീർഘകാലം നിങ്ങളിൽ നിന്നും അകന്ന് താമസിക്കും. വി ഷാൽ സ്റ്റേ ഞങ്ങൾ താമസിക്കും, ലോങ് ദീർഘകാലം, അവേ ഫ്രം യു നിങ്ങളിൽ നിന്നും ദൂരേക്ക് ഞങ്ങൾ ദീർഘകാലം മാറി താമസിക്കും. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് വി ഷാൽ നോട്ട് സ്റ്റേ ലോങ് അവേ ഫ്രം യു. വി ഷാൻഡ് സ്റ്റേ ഞങ്ങൾ താമസിക്കുകയില്ല, ലോങ് ദീർഘകാലം, അവേ ഫ്രം യു നിങ്ങളിൽ നിന്നകലെ ഞങ്ങൾ ദീർഘകാലം താമസിക്കുകയില്ല. നെക്സ്റ്റ് സെൻറ്റൻസ് വി ഷാൽ ഫൊർഗെറ്റ് ഇറ്റ് ടു ടെൽ ഹിം. വി ഷാൽ ഫൊർഗെറ്റ് ഞങ്ങൾ മറന്നു പോകും. ഇറ്റ് അത്, ടു ടെൽ ഹിം അവനോട് അത് പറയുവാൻ ഞങ്ങൾ മറന്നു പോകും. അതിനെ നെഗറ്റീവ് ആക്കുവാൻ വി ഷാൽ നോട്ട് ഫൊർഗെറ്റ് ഇറ്റ് ടു ടെൽ ഹിം ഞങ്ങൾ അവനോടത് പറയുവാൻ മറന്നു പോകില്ല. അതിനെ ചുരുക്കി വി ഷാൻഡ് ഫൊർഗെറ്റ് ഇറ്റ് ടു ടെൽ ഹിം. വി ഷാൻഡ് ഫൊർഗെറ്റ്
നിങ്ങൾ മറന്നു പോകില്ല. ഇറ്റ് അത്, ടു ടെൽ ഹിം അവനോട് പറയുവാൻ ഞങ്ങളത് മറന്നു പോകില്ല. അപ്പം ഇവിടെ നെഗറ്റീവ് സെൻറ്റൻസുകൾ ഐ ഷാൽ നോട്ട് ഡു ഇറ്റ് ഫോർ യു എന്ന് പറയുന്നതും ഐ ഷാൻഡ് ഡു ഇറ്റ് ഫോർ യു എന്ന് ചുരുക്കി പറയുന്നതും സെയിം അർത്ഥമാണ്. ഇതിനെ ചുരുക്കിയും ചുരുക്കാതെയും നമുക്ക് സെൻറ്റൻസുകളിൽ ഉപയോഗിക്കാവുന്നതാണ്. അത് തെറ്റൊന്നുമല്ല, രണ്ടും ശരിയായ രൂപമാണ്. അപ്പോൾ ഇനി വിൽ നോട്ട് ചുരുക്കി വോണ്ട്, ഇതും ഒരു ക്രിയയുടെ മുമ്പേ ചേർത്താൽ, അതായത് ഇതിന് ശേഷം ഒരു ക്രിയ ചേർത്താൽ ആ ക്രിയ ഇനിമേൽ സംഭവിക്കും എന്നുള്ള അർത്ഥം വരും. അതാണ് ഭാവികാലം. ഇംഗ്ലീഷിൽ അതിനെ ഫ്യൂച്ചർ ടെൻസ് എന്ന് വിളിക്കും. ഇവിടെ സെൻറ്റൻസുകൾ നോക്കൂ. ഇടതുവശത്ത് തന്നിരിക്കുന്നത് നെഗറ്റീവ് സെൻറ്റൻസുകളല്ല, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസുകളാണ്. ലളിതമായ ഭാവികാലമാണ്. ഇനി മേൽ നടക്കുവാൻ പോകുന്ന കാര്യങ്ങളാണ് ഇടതുവശത്ത് തന്നിരിക്കുന്നത്. അതിൻ്റെ നെഗറ്റീവ് ഫോമാണ് ഓരോന്നിൻ്റെയും വലതുവശത്ത് തന്നിട്ടുള്ളത്. ആദ്യ സെൻറ്റൻസ് യു വിൽ ബ്രിങ് ദ ഗിഫ്റ്റ്. യു വിൽ ബ്രിങ്, നിങ്ങൾ കൊണ്ടുവരും. ദ ഗിഫ്റ്റ്, സമ്മാനം, നിങ്ങൾ സമ്മാനം കൊണ്ടുവരും. അത് നെഗറ്റീവ് ആക്കുവാൻ വിൽ കഴിഞ്ഞ് നോട്ട് ചേർക്കുക. അപ്പോൾ യു വിൽ നോട്ട് ബ്രിങ് ദ ഗിഫ്റ്റ് എന്ന് കിട്ടും. യു വിൽ നോട്ട് ബ്രിങ് ദ ഗിഫ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ഗിഫ്റ്റ് കൊണ്ടുവരികയില്ല, നിങ്ങൾ സമ്മാനം കൊണ്ടുവരികയില്ല. ആ സെൻറ്റൻസിനെ വിൽ നോട്ടിനെ ചുരുക്കി വോണ്ട് എന്ന് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ യു വോണ്ട് ബ്രിങ് ദ ഗിഫ്റ്റ്, നിങ്ങൾ സമ്മാനം കൊണ്ടുവരില്ല. അടുത്ത് ഷീ വിൽ ഹാവ് എ സീറ്റ്. ഷീ വിൽ ഹാവ്, അവൾക്കുണ്ടാകും അല്ലെങ്കിൽ അവൾക്ക് ലഭിക്കും. എ സീറ്റ്, ഒരു സീറ്റ് അവൾക്കുണ്ടാകും. അതിനർത്ഥം അവൾക്കൊരു സീറ്റ് ലഭിക്കും. നെഗറ്റീവ് ആക്കുവാൻ ഷീ വിൽ നോട്ട് ഹാവ് എ സീറ്റ്, അവൾക്കൊരു സീറ്റ് ലഭിക്കുകയില്ല. വില്ല് കഴിഞ്ഞിട്ട് നോട്ട് ചേർത്തു, വിൽ നോട്ടിനെ ചുരുക്കി വോണ്ട് എന്ന് ആക്കി. നെക്സ്റ്റ് സെൻറ്റൻസ് ഹീ വിൽ ഹെൽപ്പ് മീ വിത്ത് സം മണി. ഹീ വിൽ ഹെൽപ്പ് മീ, അവൻ എന്നെ സഹായിക്കും. വിത്ത് സം മണി, കുറച്ച് പണം കൊണ്ട് അവൻ എന്നെ സഹായിക്കും. അത് നെഗറ്റീവ് ആക്കുവാൻ വില്ലിന് ശേഷം നോട്ട് ചേർത്തു, വിൽ നോട്ട്. ഹീ വിൽ നോട്ട് ഹെൽപ്പ് മീ വിത്ത് സം മണി, വിൽ നോട്ട് ചുരുക്കി വോണ്ട്. ഹീ വോണ്ട് ഹെൽപ്പ് മീ വിത്ത് സം മണി, അവൻ കുറച്ച് പണം കൊണ്ട് എന്നെ സഹായിക്കുകയില്ല. നെക്സ്റ്റ് സെൻറ്റൻസ് ദേ വിൽ ടെൽ മീ വാട്ട് ഹാപ്പൻഡ്. ദേ വിൽ ടെൽ മീ, അവർ എന്നോട് പറയും. ദേ വിൽ ടെൽ മീ, അവർ എന്നോട് പറയും. വാട്ട് ഹാപ്പൻഡ്, എന്ത് സംഭവിച്ചുവെന്ന് അവർ എന്നോട് പറയും. അതിൻ്റെ നെഗറ്റീവ് വിൽ കഴിഞ്ഞ് നോട്ട് ചേർത്തു, വിൽ നോട്ട്. ആ വിൽ നോട്ട് ചുരുക്കി വോണ്ട്. ദേ വോണ്ട് ടെൽ മീ വാട്ട് ഹാപ്പൻഡ്. ദേ വോണ്ട് ടെൽ മീ, അവർ പറയുകയില്ല എന്നോട്. വാട്ട് ഹാപ്പൻഡ്, എന്ത് സംഭവിച്ചുവെന്ന് അവർ എന്നോട് പറയുകയില്ല. നെക്സ്റ്റ് സെൻറ്റൻസ് ബിന്ദു വിൽ ക്യാച്ച് ദിസ് ബോൾ. ബിന്ദു വിൽ ക്യാച്ച്, ബിന്ദു പിടിക്കും. ദിസ് ബോൾ, ഈ പന്ത് ബിന്ദു പിടിക്കും. നെഗറ്റീവ് ആക്കുവാൻ വിൽ കഴിഞ്ഞ് നോട്ട്, വിൽ നോട്ട് ചുരുക്കി വോണ്ട്. ബിന്ദു വോണ്ട് ക്യാച്ച് ദിസ് ബോൾ, ബിന്ദു ഈ പന്ത് പിടിക്കുകയില്ല. അപ്പോൾ ഇത് മുകളിലെ ഷാൽ എന്ന വാക്കും പ്ലസ് ഷാൽ നോട്ടാക്കി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ താഴെ ഇടതുഭാഗത്ത് വില്ലും വലതുഭാഗത്ത് വിൽ നോട്ടും ചേർത്ത് സെൻറ്റൻസുകളും ഉണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിച്ചാൽ ഷാൽ അല്ലെങ്കിൽ ഷാൽ നോട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഐ, വി എന്നീ സർവനാമങ്ങളുടെ കൂടെയും വിൽ അല്ലെങ്കിൽ വിൽ നോട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ബാക്കിയുള്ള ഐയും വിയും ഒഴികെയുള്ള ബാക്കി സർവനാമങ്ങളുടെ കൂടെയുമാണ്. സാധാരണഗതിയിൽ ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എങ്കിലും ഇപ്പോൾ മോഡേൺ ഇംഗ്ലീഷിൽ ഷാലിന് പകരം വില്ലോ അല്ലെങ്കിൽ വില്ലിന് പകരം ഷാലോ ഉപയോഗിച്ച് കാണാറുണ്ട്. അത് തെറ്റായിട്ട് സാധാരണ ഇപ്പോൾ അങ്ങനെ പരിഗണിക്കാറില്ല. ഷാൽ, വിൽ എന്നിവ സെയിം അർത്ഥത്തിൽ ഇന്നത്തെ ഇംഗ്ലീഷിൽ, മോഡേൺ ഇംഗ്ലീഷിൽ ഉപയോഗിച്ചു വരുന്നുണ്ട്. അതിൽ കൂടുതലും ഷാലിന് പകരമായിട്ട് കൂടുതലായിട്ട് വിൽ എന്ന വാക്കാണ് മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിച്ച് കാണുന്നത്. നെക്സ്റ്റ് ഇൻ്ററോഗേറ്റീവ് വിത്ത് ഷാൽ ആൻഡ് വിൽ. ഷാൽ, വിൽ എന്നീ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചോദ്യവാചകങ്ങളാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചത് ഇവയുടെ നെഗറ്റീവ് രൂപങ്ങളായിരുന്നു.
ഇനി ഷാൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ചോദ്യവാചകങ്ങൾ നമുക്ക് നോക്കാം. ഷാൽ ഐ അക്കമ്പനി യു ടു ദി റെയിൽവേ സ്റ്റേഷൻ? ഷാൽ ഐ അക്കമ്പനി യു, ഞാൻ നിങ്ങളെ അക്കമ്പനി ചെയ്യട്ടോ, നിങ്ങളുടെ കൂടെ വരട്ടോ, ടു ദി റെയിൽവേ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ വരെ, ഞാൻ നിങ്ങളുടെ കൂടെ റെയിൽവേ സ്റ്റേഷനിൽ വരട്ടെ. അതൊരു ചോദ്യമാണ്, ഒരു പെർമിഷൻ സീക്ക് ചെയ്ത്, ഒരു പെർമിഷൻ ആരാഞ്ഞുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. ഐയുടെ കൂടെ ഷാൽ ഉപയോഗിക്കുമ്പോഴുള്ള അർത്ഥം അങ്ങനെയാണ് വരിക, ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, ഷാൽ ഐ ക്യാരി യു ടു ദി എയർപോർട്ട്? ഞാൻ താങ്കളെ എയർപോർട്ടിലേക്ക് കൊണ്ടുവിടട്ടോ? ഷാൽ ഐ ക്യാരി യു, ക്യാരി എന്ന ഇംഗ്ലീഷ് വാക്കിന് അർത്ഥം വഹിക്കുക, ചുമക്കുക എന്നൊക്കെയാണ്. പക്ഷേ ഇവിടുത്തെ അർത്ഥം ഒരു സ്ഥലത്തേക്ക് കൊണ്ടെത്തിക്കുക എന്നതാണ്. ഷാൽ ഐ ക്യാരി യു, ഞാൻ നിങ്ങളെ കൊണ്ടെത്തിക്കട്ടോ, ടു ദി എയർപോർട്ട്, വിമാനത്താവളത്തിലേക്ക്, ഞാൻ വിമാനത്താവളത്തിലേക്ക് താങ്കളെ കൊണ്ടെത്തിക്കട്ടെ. അപ്പോൾ അത് മറ്റൊരാളോട് നമ്മൾ ഒരു സജഷൻ വയ്ക്കുകയാണ്. അത് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത് വിയുടെ കൂടെയാണ് ഷാൽ ഉപയോഗിക്കുന്നതെങ്കിൽ അർത്ഥം എങ്ങനെ വരുന്നു എന്നും കൂടി നോക്കുക. ഷാൽ വി സിംഗ് എ സോങ്? ഷാൽ വി സിംഗ്, നമുക്ക് പാടാമോ എന്നാണ് അർത്ഥം വരിക. എ സോങ്, ഒരു പാട്ട്, നമുക്കൊരു പാട്ട് പാടാമോ? ഷാൽ വി പ്ലേ ഫുട്ബോൾ? നമുക്ക് ഫുട്ബോൾ കളിക്കാമോ? ഷാൽ വി ഗോ ടു ദി ഹോട്ടൽ ഫോർ എ ഡിന്നർ? നമുക്ക് ഹോട്ടലിൽ ഒരു ഡിന്നറിന് പോയാലോ അല്ലെങ്കിൽ പോകാമോ? ഷാൽ വി ഹാവ് എ കപ്പ് ഓഫ് ടീ? നമുക്ക് ഒരു കപ്പ് ചായ കുടിച്ചാലോ അല്ലെങ്കിൽ കുടിക്കാമോ? ഇങ്ങനെ ഉള്ള അർത്ഥമാണ് വിയുടെ കൂടെ ഷാൽ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കൂ. ഷാൽ വി സിംഗ് എ സോങ്? നമുക്കൊരു പാട്ട് പാടാമോ? ഷാൽ വി പ്ലേ ഫുട്ബോൾ? നമുക്ക് ഫുട്ബോൾ കളിക്കാമോ? ഷാൽ വി ഗോ ടു ദ ഹോട്ടൽ ഫോർ എ ഡിന്നർ? നമുക്കൊരു ഹോട്ടലിൽ ഡിന്നറിന് പോകാമോ? ഷാൽ വി ഹാവ് എ കപ്പ് ഓഫ് ടീ? നമുക്കൊരു കപ്പ് ചായ കുടിക്കാമോ? അവിടെയും പെർമിഷൻ ആണ് അല്ലേ, അവരോട് പറയും നമുക്ക് പോകാമോ. അപ്പോൾ അദ്ദേഹം കൂടെയുള്ള ഒരാൾ അനുവദിക്കുകയാണെങ്കിൽ നമ്മൾ പോകും. അപ്പോൾ അതേസമയം ഇനി വിൽ ചേർത്ത് ഉള്ള സെൻറ്റൻസ് നോക്കൂ. വിൽ യു ബി അറ്റ് ദി ഗാരേജ്? വിൽ യു ബി, നീ ഉണ്ടായിരിക്കുമോ? ബി എന്ന വാക്കിനർത്ഥം ആയിരിക്കുക, ഉണ്ടായിരിക്കുക. വിൽ യു ബി, നിങ്ങൾ ഉണ്ടായിരിക്കുമോ? അറ്റ് ദി ഗാരേജ്, ഗാരേജിൽ നിങ്ങൾ ഉണ്ടായിരിക്കുമോ? വിൽ ഇറ്റ് റൈൻ ടുനൈറ്റ്? വിൽ ഇറ്റ് റൈൻ, മഴ പെയ്യുമോ? ടുനൈറ്റ്, ഇന്ന് രാത്രി മഴ പെയ്യുമോ? വിൽ ഇന്ത്യ വിൻ ദ മാച്ച്? വിൽ ഇന്ത്യ വിൻ, ഇന്ത്യ ജയിക്കുമോ അല്ലെങ്കിൽ നേടുമോ? ദ മാച്ച്, കളി, ഇന്ത്യ കളി ജയിക്കുമോ എന്നാണ് അർത്ഥം. വിൽ ദ ട്രെയിൻ അറൈവ് അറ്റ് ദി റൈറ്റ് ടൈം? വിൽ ദ ട്രെയിൻ അറൈവ്, ട്രെയിൻ എത്തിച്ചേരുമോ? അറ്റ് ദി റൈറ്റ് ടൈം, കറക്റ്റ് സമയത്ത് ട്രെയിൻ എത്തിച്ചേരുമോ? വിൽ യു ഗോ ടു കോവളം ഓൺ യുവർ നെക്സ്റ്റ് വെക്കേഷൻ? വിൽ യു ഗോ ടു കോവളം, നിങ്ങൾ കോവളത്തേക്ക് പോകുമോ? ഓൺ യുവർ നെക്സ്റ്റ് വെക്കേഷൻ, നിങ്ങളുടെ അടുത്ത ഒഴിവുകാലത്ത് നിങ്ങൾ കോവളത്തേക്ക് പോകുമോ? ഇതൊക്കെ സാധാരണ രീതിയിലുള്ള ഒരു ഒരു ഫ്യൂച്ചർ രൂപത്തിലുള്ള ചോദ്യരൂപമാണ്. അതിന് പ്രത്യേകിച്ച് പെർമിഷൻ്റെ അർത്ഥമൊന്നും അവിടെ വരുന്നില്ല. അപ്പോൾ ഷാല് ഐയുടെ കൂടെ ഉപയോഗിക്കുമ്പോഴും വിയുടെ കൂടെ ഉപയോഗിച്ചപ്പോഴുമുള്ള അർത്ഥവ്യത്യാസം നോക്കുക. അതേപോലെ വില്ല് ഉപയോഗിച്ചപ്പോൾ അതിൻ്റെ അർത്ഥവും നോക്കുക. അപ്പോൾ ഷാൽ ഇവിടെ ഉപയോഗിച്ചപ്പോൾ, ഐയുടെ കൂടെ ഉപയോഗിച്ചപ്പോൾ ഞാൻ വരട്ടെ, ഞാൻ കൊണ്ട് വിടട്ടെ എന്നുള്ള അർത്ഥം ആണ് വരുന്നത്. അതേസമയം വിയുടെ കൂടെ ഉപയോഗിച്ചപ്പോൾ ആകാമോ, പോകാമോ, ഇരിക്കാമോ, തിന്നാമോ, ഇങ്ങനെയുള്ള അർത്ഥം, ആ രീതിയിലാണ് ആ അർത്ഥം വരുന്നത്. അതേസമയം വില്ല് ഉപയോഗിക്കുമ്പോൾ അവിടെ ഉണ്ടാകുമോ എന്നുള്ള ഒരർത്ഥമാണ്, അല്ലെങ്കിൽ ജയിക്കുമോ, പോകുമോ എന്നുള്ള അർത്ഥമാണ് വില്ലിന് വരുന്നത്. ഈ അർത്ഥവ്യത്യാസം സ്ലൈറ്റ് ഡിഫറൻസുകളാണ് ഉള്ളതെങ്കിലും അതിന് വ്യത്യാസമുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇനി ഷാലും വില്ലും ഹൗ എന്ന വാക്കിൻ്റെയും WH എന്നീ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന വാക്കുകളുടെയും കൂടെ ഉപയോഗിച്ച് എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ളതാണ്. ഷാൽ ആൻഡ് വിൽ വിത്ത് ഹൗ ആൻഡ് WH
ക്വസ്റ്റ്യൻസ്. ഇപ്പം നോക്കാം. ഷാൽ എന്ന വാക്ക് നമ്മൾ ആദ്യം WH തുടങ്ങുന്ന വാക്ക്. ഇപ്പോൾ ഇവിടെ വെയർ, വെൻ, വാട്ട്, വൈ ഇതെല്ലാം WH എന്ന് പറയുന്ന അക്ഷരങ്ങളിൽ തുടങ്ങുന്ന വാക്കുകളാണ്. അതിനെയാണ് WH ക്വസ്റ്റ്യൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഷാൽ എന്ന വാക്ക് ആദ്യം WH കൊണ്ട് തുടങ്ങുന്ന വാക്കുകളുടെ കൂടെ നമ്മൾ ആദ്യം ചോദിച്ചു തുടങ്ങുകയാണ്. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, സാധാരണ നമ്മൾ നേരത്തെ പഠിച്ചതിലെല്ലാം ചോദ്യം ചോദിക്കുമ്പോൾ ഷാലോ വില്ലോ വാചകത്തിൻ്റെ ആദ്യം വന്നിരുന്നു. പക്ഷേ ഇവിടെ ഷാലിൻ്റെയോ വില്ലിൻ്റെയോ മുമ്പേ ആയിട്ട് അല്ലെങ്കിൽ വാചകത്തിൻ്റെ ആദ്യമായിട്ട് ഹൗവോ അല്ലെങ്കിൽ WH തുടങ്ങുന്ന വാക്കുകളോ വരും. ശ്രദ്ധിക്കൂ. വെയർ ഷാൽ വി ഗോ ടു ക്യാച്ച് എ ബസ്. വെയർ ഷാൽ വി ഗോ, നമുക്ക് എവിടെ പോകണം. ടു ക്യാച്ച്, പിടിക്കുവാൻ. എ ബസ്, ഒരു ബസ്. എന്ന് വെച്ചാൽ ഒരു ബസ് കിട്ടണമെങ്കിൽ നമുക്ക് എവിടെ പോകണം എന്നർത്ഥമാണ് അതിന് വരുന്നത്. ഇപ്പോൾ ഷാലിൻ്റെ അർത്ഥം ഓരോ സാഹചര്യത്തിനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ, ഒരു സെൻറ്റൻസിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് അർത്ഥവ്യത്യാസങ്ങൾ ഉണ്ടാകും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. വെയർ ഷാൽ വി ഗോ, നമുക്ക് എവിടെ പോകണം. ടു ക്യാച്ച് എ ബസ്, ഒരു ബസ് പിടിക്കാൻ, ഒരു ബസ് കിട്ടുവാൻ നമ്മൾ എവിടെ പോകണം. നെക്സ്റ്റ്, വെൻ ഷാൽ വി മീറ്റ് അപ്പ് അഗെയിൻ. വെൻ ഷാൽ വി മീറ്റ്, നമ്മൾ എപ്പോൾ കണ്ടുമുട്ടും. മീറ്റ് അപ്പ് അഗെയിൻ, വീണ്ടും, നമ്മൾ വീണ്ടും എപ്പോൾ കണ്ടുമുട്ടും. നെക്സ്റ്റ്, വാട്ട് ടൈം ഷാൽ വി മീറ്റ് ടുഡേ. വാട്ട് ടൈം, ഏത് സമയത്ത്. ഷാൽ വി മീറ്റ് ടുഡേ, ഇന്ന് നമ്മൾ കണ്ടുമുട്ടും. വൈ ഷാൽ ഐ ഡു ദിസ് ഫോർ യു. വൈ ഷാൽ ഐ ഡു, ഞാൻ എന്തിന് ചെയ്യണം. ദിസ്, ഇത്. ഫോർ യു, നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത് എന്തിന് ചെയ്യണം. നെക്സ്റ്റ്, ഹൗ ഷാൽ ഐ എക്സ്പ്ലെയിൻ ദിസ് ടു കൺവിൻസ് ദം. ഹൗ ഷാൽ ഐ എക്സ്പ്ലെയിൻ, ഞാൻ എങ്ങനെ വിശദീകരിക്കണം. ദിസ്, ഇത്. ടു കൺവിൻസ് ദം, അവരെ ബോധ്യപ്പെടുത്തുവാൻ. അവരെ ബോധ്യപ്പെടുത്തുവാൻ ഞാൻ ഇത് എങ്ങനെ വിശദീകരിക്കണം. അപ്പോൾ ഇവിടെ വെയർ ഷാൽ വി ഗോ ടു ക്യാച്ച് എ ബസ്, നമ്മൾ എവിടെ പോകണം ഒരു ബസ് പിടിക്കാൻ. അടുത്ത സെൻറ്റൻസ് സാധാരണ സിമ്പിൾ ഫ്യൂച്ചറിറ്റി പോലെയുള്ള അർത്ഥം കിട്ടുന്നു. വെൻ ഷാൽ വി മീറ്റ് അപ്പ് അഗെയിൻ, നമ്മൾ എപ്പോൾ ഇനി കണ്ടുമുട്ടും. വാട്ട് ടൈം ഷാൽ വി മീറ്റ് ടുഡേ, നമ്മൾ ഇന്ന് ഏത് സമയത്ത് കണ്ടുമുട്ടും. ഇത് രണ്ടും ഫ്യൂച്ചർ ടെൻസ് പോലെ തോന്നിക്കും. അതേസമയം വൈ ഷാൽ ഐ ഡു ദിസ് ഫോർ യു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് എന്തിന് ചെയ്യണം. അപ്പോൾ അവിടെ അർത്ഥം മാറുന്നുണ്ട്. ഹൗ ഷാൽ ഐ എക്സ്പ്ലെയിൻ ദിസ് ടു കൺവിൻസ് ദം, ഞാൻ ഇത് എങ്ങനെ വിശദീകരിക്കണം അവരെ ഇത് ബോധ്യപ്പെടുത്തുവാൻ. അപ്പോൾ അവസാനത്തെ രണ്ട് സെൻറ്റൻസുകളിലും ആദ്യത്തെ സെൻറ്റൻസുകളിലും ഷാലിൻ്റെ അർത്ഥത്തിന് വ്യത്യാസമുണ്ട്. അപ്പോൾ സാഹചര്യം അനുസരിച്ച് ഷാലിൻ്റെ അർത്ഥത്തിന് വ്യത്യാസം വരുന്നുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. നെക്സ്റ്റ്, വില്ല് ചേർത്തിട്ട് ഹൗ വിൽ യു ഫേസ് യുവർ ഫ്രണ്ട്സ് ഇൻ ദിസ് ബാഡ് സിറ്റുവേഷൻ. ഹൗ വിൽ യു ഫേസ്, നീ എങ്ങനെ അഭിമുഖീകരിക്കും. യുവർ ഫ്രണ്ട്സ്, നിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെ. ഇൻ ദിസ് ബാഡ് സിറ്റുവേഷൻ, ഈ മോശപ്പെട്ട അവസ്ഥയിൽ നീ നിൻ്റെ കൂട്ടുകാരെ എങ്ങനെ ഫേസ് ചെയ്യും, എങ്ങനെ അഭിമുഖീകരിക്കും. അത് സാധാരണ ഫ്യൂച്ചർ ടെൻസിലുള്ള ഒരു സിമ്പിൾ ഫ്യൂച്ചറിറ്റിയാണ് അത് സൂചിപ്പിക്കുന്നത്. ഹൗ വിൽ ദേ സോൾവ് ദീസ് പ്രോബ്ലംസ്. ഹൗ വിൽ ദേ സോൾവ്, അവർ എങ്ങനെ പരിഹരിക്കും. ദീസ് പ്രോബ്ലംസ്, ഈ പ്രശ്നങ്ങൾ. നെക്സ്റ്റ് സെൻറ്റൻസ്, ഹൂ വിൽ ഹെൽപ്പ് ദം ടു സോൾവ് ദെയർ ഫൈനാൻഷ്യൽ ക്രൈസിസ്. ഹൂ വിൽ ഹെൽപ്പ് ദം, ആരവരെ സഹായിക്കും. ടു സോൾവ് ദെയർ ഫൈനാൻഷ്യൽ ക്രൈസിസ്, അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ പരിഹരിക്കുവാൻ. ഹൂ വിൽ ഹെൽപ്പ് ദം, അവരെ ആര് സഹായിക്കും. ടു സോൾവ്, പരിഹരിക്കുവാൻ. ദെയർ ഫൈനാൻഷ്യൽ ക്രൈസിസ്, അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ, പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ആരവരെ സഹായിക്കും. നെക്സ്റ്റ് സെൻറ്റൻസ്, വാട്ട് വിൽ യുവർ സിസ്റ്റർ ഡു ആഫ്റ്റർ ഹെർ ഗ്രാജുവേഷൻ. വാട്ട് വിൽ യുവർ സിസ്റ്റർ ഡു, നിങ്ങളുടെ സഹോദരി എന്ത് ചെയ്യും. ആഫ്റ്റർ ഹെർ ഗ്രാജുവേഷൻ, അവളുടെ ബിരുദത്തിന് ശേഷം. അവളുടെ ബിരുദത്തിന് ശേഷം അവൾ എന്ത് ചെയ്യും. നെക്സ്റ്റ്, വെയർ വിൽ യു ഗോ ഫോർ യുവർ ഹണിമൂൺ. നിങ്ങളുടെ ഹണിമൂണിന് വേണ്ടി നിങ്ങൾ എവിടെ പോകും. വെയർ വിൽ യു ഗോ, നിങ്ങൾ എവിടെ പോകും.
ഫോർ യുവർ ഹണിമൂൺ, നിങ്ങളുടെ ഹണിമൂണിന് വേണ്ടി. നിങ്ങൾ ഹണിമൂൺ ആഘോഷിക്കാൻ നിങ്ങൾ എവിടെ പോകും എന്നർത്ഥം. നെക്സ്റ്റ്, വെൻ വിൽ ഷീ കം ടു മൈ ഹോം. വെൻ വിൽ ഷീ കം, അവൾ എപ്പോൾ വരും. ടു മൈ ഹോം, എൻ്റെ വീട്ടിലേക്ക്. എൻ്റെ വീട്ടിലേക്ക് അവൾ എപ്പോൾ വരും. ഇവിടെ വിൽ സൂചിപ്പിച്ച എല്ലാ സെൻറ്റൻസുകളും സാധാരണയുള്ള ഭാവി കാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അല്ലാതെ അതിന് വലിയ അർത്ഥവ്യത്യാസമൊന്നും ആ സെൻറ്റൻസുകൾക്കിടയിലെ വില്ലിന് വരുന്നില്ല. അതേസമയം ഷാൽ എന്ന വാക്കിന് അർത്ഥവ്യത്യാസം ഉപയോഗത്തിൽ വരുന്നുണ്ട്. ഇത് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ചാനൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം. ഇതുപോലുള്ള കൂടുതൽ വാചകങ്ങൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങളുടെ സംശയ ദൂരീകരണത്തിന് വേണ്ടി അത് സഹായിക്കും. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ കൈൻഡ് സപ്പോർട്ട്.